എറണാകുളം കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. SS ശരനുണ്ട് വിവരങ്ങൾ നൽകാൻ. ശരൺ, വിശദാംശങ്ങൾ. ശ്രുതി, കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 5 ദിവസത്തേക്ക് വേണമെന്നുള്ള ആവശ്യമാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ കോടതി 2 ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിൽ ലഭിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇനി തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കുകയാണ്. അതായത് ഈ SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ നേരത്തെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും അർജുൻ ആയങ്കിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോരുന്നത്. എറണാകുളത്ത് തന്നെ പല സ്ഥലങ്ങളായിട്ട് ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കസ്റ്റഡി ലഭിച്ച സാഹചര്യത്തിൽ ഇന്ന് ഈ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അർജുൻ ആയങ്കിക്കെതിരായിട്ടുള്ള ആദ്യ കേസ് അത് കോതമംഗലം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസാണ്. ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് ആയങ്കി SHOയെ ഭീഷണിപ്പെടുത്തി. അത് സമൂഹ മാധ്യമത്തിലൂടെ ഒരു പോസ്റ്റ് ഇടുകയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പോസ്റ്റ് ഇടാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും കണ്ടെടുക്കേണ്ടതുണ്ട്. നേരത്തെ കണ്ണൂർ സൈബർ പോലീസ് അവരുടെ കേസുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോൺ കണ്ടെടുത്തിരുന്നതാണ്. ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെയാണോ ഈ ഒരു പോസ്റ്റും ഇട്ടതെന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുള്ള ചോദ്യം ചെയ്യൽ നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യ കേസ് അതായത് ഈ സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്നുള്ള ആദ്യ കേസിൽ പോലീസ് റിപ്പോർട്ട് പ്രകാരം കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി ഇയാളുടെ ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. എന്തായാലും അർജുൻ ആയങ്കിയെ സംബന്ധിച്ച് കുരുക്ക് മുറുകുകയാണ്. പ്രത്യേകിച്ച് ഈ കേസിൽ ജാമ്യം ലഭിച്ചാൽ പോലും മറ്റ് 2 കേസുകൾ കൂടി എറണാകുളം ജില്ലയിലുണ്ട്. അതൊന്ന് ഊന്നുകൽ CA ഭീഷണിപ്പെടുത്തിയ കേസാണ്. ഇതിന് പുറമെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചതിന് ആലുവ സൈബർ പോലീസും ആയങ്കിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ശരി, SS ശരനാണ് വിശദാംശങ്ങൾ നൽകിയത്.